ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസ് ഫിഫ്ത്ത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर ആണ്. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं क्या, कब, कैसे, क्यों और कहाँ എന്നുള്ള ആശയങ്ങളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ക്യാ ഹെ, കബ്, കൈസെ, ക്യോം, കഹാം. ഈ ഒരു ആശയമാണ്, ഇതിന്റെ പ്രയോഗങ്ങളാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന എല്ലാവരും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരാളോട് ചോദിക്കുകയാണ് താങ്കളുടെ പേരെന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണെന്ന്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ പേരെന്താണെന്ന് എങ്ങനെ ചോദിക്കും? ആപ്കാ നാം ക്യാ ഹെ, ആപ്കാ നാം ക്യാ ഹെ. ഓക്കെ, ആപ്കാ നാം ക്യാ ഹെ, താങ്കളുടെ പേരെന്താണ്. നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോ തുമ്ഹാരാ നാം ക്യാ ഹെ. തുമാര നാം ക്യാ ഹെ, തുമ്ഹാര നാം ക്യാ ഹെ. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും നമ്മൾ ആപ്പ് യൂസ് ചെയ്യാം അല്ലെ. അതാണ് ഒന്നും കൂടി ഫോർമലി നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത്. ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കാം. താങ്കളുടെ പേരെന്താണ്? ആപ്കാ നാം ക്യാ ഹെ. ഓക്കെ, ക്യാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്. താങ്കളുടെ കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ. ഓക്കെ, ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ. ഓക്കെ, താങ്കളുടെ പോക്കറ്റിൽ എന്താണ്? आपके जेब में क्या है. ഓക്കെ, ആപ്കെ ജേബ് മേ, ജേബ് പോക്കറ്റ്, ആപ്കെ പോക്കറ്റ് മേ ക്യാ ഹെ യാ അല്ലെങ്കിൽ ആപ്കെ ജേബ് മേ ക്യാ ഹെ, താങ്കളുടെ പോക്കറ്റിൽ എന്താണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനി കഹാം, എവിടെ എന്നുള്ള. താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്? ആപ് കഹാ രഹത്തെ ഹെ, ആപ് കഹാ രഹത്തെ ഹെ. ഓക്കെ, ആപ്പ് കഹാം രഹിത്തേ ഹെ. നമ്മളിവിടെ രഹിന മുൻപ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് രഹിന താമസിക്കുക എന്നാണ്. ആപ്പ് കഹാം രഹിത്തേ ഹെ എന്ന് പറയുമ്പോൾ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്, താങ്കൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആപ് കഹാ കാം കർത്തെ ഹെ, ആപ് കഹാ കാം കർത്തെ ഹെ. ആപ്പ് കഹാം കാം കർത്തേ ഹെ, ആപ്പ് കഹാം കാം കർത്തേ ഹെ, താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കബ്. യെസ്, കബ് മത്ലബ് വെൻ, എപ്പോൾ. താങ്കൾ എപ്പോഴാണ് വന്നത്? आप कब आए, आप कब आए. ആപ്പ് കബ് ആയെ, കബ് വെൻ, എപ്പോൾ. ആപ്പ് കബ് ആയെ, താങ്കൾ എപ്പോഴാണ് വന്നത്. താങ്കൾ എപ്പോഴാണ് കഴിച്ചത്, ഫുഡ് കഴിച്ചത്, ഭക്ഷണം കഴിച്ചത്. അപ്പൊ താങ്കൾ എപ്പോഴാണ് കഴിച്ചത്? आपने खाना कब खाया, आपने कब खाना खाया എന്ന് പറയാം. ആപ്നെ കബ് ഖാന ഖായ, താങ്കൾ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. കബ്, താങ്കൾ എപ്പോഴാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ आपने ये काम कब किया, आपने ये कब किया എന്ന് പറയാം. എപ്പോഴാണ് നിങ്ങൾ ഇത് ചെയ്തത്. आपने ये कब किया ഇനി കാമാണെങ്കിൽ ജോലിയാണ്, താങ്കൾ ഈ ജോലിയാണെങ്കിൽ आपने ये काम कब किया, എപ്പോഴാണ് ചെയ്തത്. ഓക്കെ, കബ് എപ്പോൾ എന്നുള്ളൊരു മീനിങ് ആണ് കബ് എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ ക്യോം, നമ്മൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ക്യാ ഹെ ക്യോം എന്നുള്ളത് അല്ലെ. എൻ്റലി ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ക്യാ ഹെ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നാണ്, വാട്ട് എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ ക്യൂം, ക്യൂം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെ, വൈ, എന്തുകൊണ്ട്. താങ്കൾ എന്തുകൊണ്ടാണ് പോയത്? आप क्यों गए थे, आप क्यों गए അല്ലെങ്കിൽ आप क्यों गए थे. ഓക്കെ, ആപ്പ് ക്യോം ഗയേ ഥേ, താങ്കൾ എന്തുകൊണ്ടായിരുന്നു പോയത് എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് ഈ ജോലി ചെയ്തത്? आपने ये काम क्यों किया, आपने ये काम क्यों किया. ഓക്കെ, ആപ്നെ യേ കാം ക്യോം കിയ, താങ്കൾ എന്തുകൊണ്ടാണ് ഈ ജോലി ചെയ്തത്. താങ്കൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയത്? आपने ये क्यों खरीदा, आपने ये क्यों खरीदा. ഖരീദിന, ഖരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്, ടു ബൈ, വാങ്ങുക എന്നാണ് ഖരീദിന. അപ്പൊ താങ്കൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ആപ്നെ ക്യോം യേ ഖരീദ, യേ ഖരീദ, ഇത് എന്തുകൊണ്ടാണ് താങ്കൾ വാങ്ങിയത്. അതുപോലെ തന്നെ ये काम क्यों किया, ये काम क्यों किया, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അല്ലെ. ये काम क्यों, എന്തുകൊണ്ടാണ് ഈ ജോലി ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൈസ, കൈസ ഹെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതേ മീനിങ് തന്നെയാണ് കൈസ എന്ന് വരും. ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? आपके पापा कैसे है, आपके पापा कैसे है. നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? आपकी मम्मी कैसी है. ഓക്കെ, ആപ്കി മമ്മി കൈസി ഹെ, ഇവിടെ ജെൻഡർ അല്ലെ, ഫീമെയിൽ ആയതുകൊണ്ട് കൈസി ഹെ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ എങ്ങനെയുണ്ട്, കുടുംബങ്ങൾക്ക് അല്ലെ ഫാമിലിക്ക് സുഖമല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആപ്കെ താങ്കളുടെ ഫാമിലിക്ക് എങ്ങനെയുണ്ട്, ആപ്കെ ഫാമിലി. ഓക്കെ, ഫാമിലി എന്നുള്ളതിൽ ഹിന്ദിയിൽ പരിവാർ അല്ലെ, പരിവാർ യൂസ് ചെയ്യാൻ. ആപ്കെ പരിവാർ കൈസെ ഹെ, താങ്കളുടെ ബിസിനസ് എങ്ങനെയുണ്ട്? आपका बिजनेस कैसा है,
आपका बिजनेस कैसा है? ഓക്കെ, നിങ്ങളുടെ പുതിയ വണ്ടി കാർ എങ്ങനെയുണ്ട്? आपकी गाड़ी कैसी है? आपकी कार कैसी है എന്ന് പറയും. ഓക്കെ, ആപ്കി ഗാഡി കൈസി ഹെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗാഡി എന്നുള്ളത് അതിന്റെ ജെൻഡർ Noun ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് നമ്മൾ ആപ്കി ഗാഡി താങ്കളുടെ വണ്ടി എന്ന് ചോദിക്കുന്നത്. ഓക്കെ, താങ്കളുടെ വണ്ടി ആപ്കി നൈ കാർ कैसी है? आपकी नई गाड़ी कैसी है? പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് പുതിയ വണ്ടി, നല്ല പെർഫോമൻസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട് കെയ്സാഹെ എങ്ങനെ. പിന്നെ നിങ്ങളുടെ ഭാര്യക്ക് വൈഫിന് എങ്ങനെയുണ്ട്? आपकी वाइफ कैसी है? आपकी वाइफ അല്ലെങ്കിൽ आपकी പത്നി कैसी है? പത്നി कैसी है എന്ന് പറയും. ആപ്കി പത്നി കൈസി ഹെ, താങ്കളുടെ സഹോദരിക്ക് എങ്ങനെയുണ്ട്. അപ്പൊ ഇവിടൊക്കെ ഒരു ചെറിയൊരു കൈസാഹെ കൈസി ഹെ അല്ലെ, ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്. എങ്ങനെയാണ് ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്? അത് ഫെമിനിൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫെമിനിൻ നൗൺ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കാസി എന്ന് യൂസ് ചെയ്യുക. അത് നോൺ ലിവിങ് ഒബ്ജക്ട്സ് ആവാം, ലൈക്ക് ഗാഡി, പിന്നെ കുർസി, അപ്കി കുർസി കാസി അല്ലെങ്കിൽ ചെയർ എങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫെമിനിൻ നൗൺ ആവുന്ന സമയത്ത് മാത്രമാണ് കാസി. ആൻഡ് മാസ്കുലിൻ നൗൺ ആവുന്ന സമയത്ത്, അതായത് ദർവാസ, ആപ്ക നാം അല്ലെങ്കിൽ ആപ്ക ഘർ അല്ലെങ്കിൽ പരിവാർ, അതൊക്കെ മാസ്കുലിൻ നൗൺ ആണ്. അപ്പം ആപ്ക പരിവാർ കാസാ ഹെ എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ ആ ഒരു യൂസേജ് വരുന്നത്. Yes. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? Yes. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് ക്യാ ഹെ. क्या है? താങ്കളുടെ പേരെന്താണ്? आपका नाम क्या है? ഓക്കെ, താങ്കളുടെ ആപ്ക നാം ക്യാ ഹെ, താങ്കളുടെ പേര് എന്താണ്? ആപ്ക നാം ക്യാ ഹെ. താങ്കളുടെ കയ്യിൽ എന്താണ്? आपके हाथ में क्या है? आपके हाथ में क्या है? ഓക്കെ, ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ. ഇനി നമ്മൾ കഹാം. कहाँ? കഹാം സോറി एवढे. എവിടെ. കഹാം എവിടെ, വേർ എവിടെ. താങ്കളുടെ വീട് എവിടെയാണ്? आपका घर कहाँ है? താങ്കളുടെ ഓഫീസ് എവിടെയാണ്? आपका ऑफिस कहाँ है? താങ്കളുടെ വണ്ടി കാർ എവിടെയാണ്? आपकी गाड़ी कहाँ है? ഓക്കെ, കഹാം എന്ന് പറഞ്ഞ വേർ, എവിടെ എന്നുള്ളൊരു മീനിങ് ആണ്. താങ്കളുടെ ഓഫീസ് എവിടെയാണ്, താങ്കളുടെ വീട് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ക്യാഹെ പ്രാക്ടീസ് ചെയ്തു, कब? കബ് പ്രാക്ടീസ് ചെയ്തു, നെക്സ്റ്റ് കെയ്സെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ക്യോം എന്തുകൊണ്ട്. ക്യോം എന്തുകൊണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ വന്നത്? आप क्यों आए? അപ്പ് क्यों आए? അപ്പൊ ക്യൂം ആയേ, എന്തുകൊണ്ടാണ് താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പ് ക്യൂം ആയേ, താങ്കൾ എന്തുകൊണ്ടാണ് വന്നത്. പിന്നെ ക്യൂം എന്തുകൊണ്ട്, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയത്. आपने ये क्यों खरीदा? आपने ये क्यों खरीदा? ആപ്നെ യേ ക്യൂം ഖരീദ, താങ്കൾ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ ക്ലാസ് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു തീമുമായിട്ട് വീണ്ടും നമ്മൾ വരും. ആൻഡ് ഈ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ജസ്റ്റ് സർഫസ് ലെവലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. കാരണം ഇനീഷ്യൽ ക്ലാസ്സസ് ആണ്. ഇനി ഇതിൽ വരുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻസും ഡൗട്ട്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയാം. വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ബെല്ല് എന്തായാലും ഓൺ ആക്കി വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്റെ കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവരും ഹിന്ദി പഠിക്കട്ടെ. എന്തായാലും ഈ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഹിന്ദി പഠിക്കാൻ വേണ്ടി കഴിയും. സോ ടിൽ ദെൻ ബൈ ബൈ. ഓക്കെ.